ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, കാർഡ്സിന്റെ ടോപ്പിക്. നമുക്കറിയാം, നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ അമ്മാവന്മാരൊക്കെ ഇരുന്ന് ഷീട്ട് കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. ആ പെട്ടി കാർഡ്സിൽ എത്ര കാർഡ്സ് ഉണ്ട് നിങ്ങൾക്കറിയോ? നമ്മളൊക്കെ അത് പണ്ട് എടുത്തിട്ട് മറ്റേ മടക്കിയിട്ട് തീവണ്ടി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല, ഞങ്ങളെ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ 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 ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് പോകും റൂമിൽ ഫുള്ള്. എന്നിട്ട് ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനെ പോയി എല്ലാം ഇങ്ങനെ വീണ് 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 ഇങ്ങനെ പോകുന്നത് ആ സംഭവം. അപ്പോൾ ആ കാർഡ്സ് എന്ന് പറയുന്നത് ഒരു പെട്ടിയിൽ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവും എന്ന് അറിയോ നിങ്ങൾക്ക്? 52. ടോട്ടൽ 52 കാർഡ്സ് ആണ് ഉണ്ടാവുക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഈ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഷീറ്റ് കളിക്കാൻ പഠിക്കുകയല്ല, ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ഇത് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ മനസ്സിലായത്? ഫസ്റ്റ് പോയിന്റ് എന്താ? ഒരു പെട്ടിയിൽ 52 കാർഡ്സ് ആണ്. ഓക്കെ, ഈ 52-ൽ 26 എണ്ണം റെഡ് ആണ്, 26 എണ്ണം ബ്ലാക്ക് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ 26 എണ്ണം റെഡിൽ വീണ്ടും ഹാഫ് ആക്കുക. 13 ഡയമണ്ട് ആണ്, 13 ഹേർട്ട് ആണ്. 13 എണ്ണം വീണ്ടും ആ 26 റെഡിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. അതിൽ 13 എണ്ണം ഹാഫ് ഡയമണ്ടും ഹാഫ് ഹേർട്ടും ആണ്. ഇനി ആ ബ്ലാക്ക് 26 അല്ലേ ടോട്ടൽ, അതിൽ 13 എണ്ണം സ്പേഡും 13 എണ്ണം ക്ലബും ആണ്. ഓക്കെ അല്ലേ? ഇനി ഈ സ്പേഡിൽ എടുക്കുകയാണെങ്കിൽ സ്പേഡിൽ 13 കാർഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ കിങ്, സെക്കൻഡ് വൺ ക്വീന്, പിന്നെ ജാക്ക്, പിന്നെ എയ്സ്, പിന്നെ 2 മുതൽ 10 വരെ നമ്പേഴ്സ് എഴുതിയിട്ടുള്ള 9 കാർഡ്സ് വേറെ. അപ്പോൾ ഇതിന് 9 എണ്ണം, ഇത് 4 എണ്ണം കൂടെ ടോട്ടൽ 13. അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാത്തിനും വരിക. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് വൺ മോർ തിങ്, കിങ്, ക്വീന്, ജാക്ക്, ഇതിന് മൂന്നിനെയും വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്സ്. അപ്പോൾ ടോട്ടൽ ഒരു പെട്ടിയിൽ എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? കിങ്, ക്വീന്, ജാക്ക് ഒറ്റയൊന്നും മാത്രമേ ഉള്ളൂ, ഓരോന്നേ ഉള്ളൂ? അല്ല, ഇവിടെ ഉണ്ട് കിങ്, ക്വീന്, ജാക്ക്, ഇവിടെ ഉണ്ട് കിങ്, ക്വീന്, ജാക്ക്, ഇവിടെ ഉണ്ട് കിങ്, ക്വീന്, ജാക്ക്. അതായത് ഒന്നിൽ 3 എണ്ണം, അപ്പം ഇങ്ങനെ 4 എണ്ണം ഉണ്ടല്ലേ, 4 3 12 ഫേസ് കാർഡ്സ് ആണ്, 12 ഫേസ് കാർഡ്സ് ആണ്. ഇത്രയാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഓരോ ഏസ് ആണുള്ളത്, ഓരോന്നിലും ടോട്ടൽ 4 ഏസ് ആണുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും നോക്കുക. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 കാർഡ്സ് ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. 4 കാർഡ്സ് ചൂസ് ചെയ്യണം, 52 കാർഡ്സ്. ഓക്കെ, ഹൗ മെനി ഓഫ് ദിസ്? ഫസ്റ്റ് ചൂസ് നോക്കാം. 4 കാർഡ്സ് ഓഫ് ദ സെയിം സ്യൂട്ട്സ് 4 കാർഡ്സ് എടുക്കാവുന്നത് ഏതൊക്കെയാണ് വരിക? ഏതൊക്കെ രീതിയിൽ നമുക്ക് എടുക്കാം? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ 13 നിന്നാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഈ 13 നിന്നാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും മക്കളെ? പറ. 13 13 ആണ്, 4 എടുക്കാം. 13 C4 ആണ്. 13 C4 കഴിഞ്ഞോ? അല്ല, നമുക്ക് ഈ 13 എണ്ണത്തിന് എടുത്തൂടെ? അതും എടുക്കാമല്ലോ. ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെന്ന് വേണം എടുക്കാം. അപ്പം ഈ 13 നിന്നാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ 13 C4 അഗെയിൻ. ഇനി പ്ലസ് ഈ 13 നിന്നാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെയും 13 C4 പ്ലസ് ഈ 13 നിന്നാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ അവിടെയും 13 C4. ഇൻഎഫക്റ്റീവ്ലി 4 ടൈംസ് 13 C4 നമ്മൾ ആഡ് ചെയ്യാണ്, അഥവാ 4 × 13 C4. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 4 × 2860. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 4 കാർഡ്സ് ബിലോങ്സ് ടു ഡിഫറെന്റ് സ്യൂട്ട്സ്. 4 കാർഡ്സും ഡിഫറെന്റ് സ്യൂട്ട്സ് ആയിരിക്കണം. സ്യൂട്ട്സ് എന്നുള്ളത് ഉദ്ദേശിച്ചത് ഇതൊരു സ്യൂട്ട്, ഇത് രണ്ടാമത്തെ സ്യൂട്ട്, ഇത് മൂന്നാമത്തെ സ്യൂട്ട്, ഇത് നാലാമത്തെ സ്യൂട്ട്. ഇതിനെയാണ് സ്യൂട്ട്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതിൽ 4 കാർഡ്സും 4 ഡിഫറെന്റ് സ്യൂട്ട്സ് ആയിരിക്കണം. അതായത് ഇതിൽ നിന്ന് ഒരു കാർഡ്, ഈ സ്യൂട്ടിൽ നിന്ന് 1, ഈ സ്യൂട്ടിൽ നിന്ന് 1, ഇതിൽ നിന്ന് 1. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്ന് പറയുമ്പോൾ 13 C1 അല്ലെ, 13 C1. നമുക്ക് വേണ്ട 4 എണ്ണം ആയി കഴിഞ്ഞു. അതിൽ ഇല്ല, നമുക്ക് വേണ്ട 4 എണ്ണം നമുക്ക് വേണ്ട കാർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ പ്ലസ് ആണ് ഇടുക. എന്നാൽ നമുക്ക് വേണ്ട കാർഡ്സ് മുഴുവൻ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻറ്റു ഇടണം. ഓക്കെ, ഇവിടെ 13 C1 1 കാർഡ് ആയിട്ടുള്ളൂ, നമുക്ക് 4 എണ്ണം വേണം അല്ലെ. അതിൽ 1 സെലക്ട് ചെയ്ത രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, 13 C1 ഇൻറ്റു. ഇനി അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഫുൾ കാർഡ്സ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻറ്റു ആണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൽ നിന്നും നമുക്ക് 1 എടുക്കണം. അപ്പോൾ 13 C1 ഇൻറ്റു ഇതിൽ നിന്നാണെങ്കിൽ 13 C1, ഇതിൽ നിന്നാണെങ്കിൽ 13 C1. അപ്പം 2 13 C1 വീണ്ടും 13 C1 ഇൻറ്റു 13 C1. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 13 C1 റൈസ് ടു 4 അല്ലേ, 13 C1 റൈസ് ടു 4. ഓക്കെ, 13 C1 റൈസ് ടു C1
ബ്രാക്കറ്റ് ഇട്ടിട്ട് റേസ് ടു ഇടാവുകയെ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അല്ലെങ്കിൽ 1/4 എന്നുള്ള രീതിക്കാണ് വരിക. 28,561, 28,561. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 കാർഡ്സ് റെഡ് കാർഡ്സ് ആൻഡ് 2 ആർ ബ്ലാക്ക് കാർഡ്സ്. 2 റെഡ് ആയിരിക്കണം, 4 2 റെഡ് ആയിരിക്കണം, 2 ബ്ലാക്ക് ആയിരിക്കണം. ഓക്കെ, ടോട്ടൽ എത്ര റെഡ് ഉണ്ട്? 26 റെഡ്സ് ആണ്. അപ്പോൾ 26 റെഡിന് 2 സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 26C2. നമുക്ക് വേണ്ട കാർഡ്സ് മുഴുവനായാലും ഇവിടെ ഇല്ല, 4 കാർഡ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, അതിൽ 2 കാർഡ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇൻറ്റു ഇടുക. ഇനിയോ ബാക്കിയുള്ള 2 എന്തായിരിക്കണം? ബാക്കിയുള്ള 2 ബ്ലാക്ക് ആയിരിക്കണം. ബ്ലാക്ക് എത്ര ഉണ്ട്? ടോട്ടൽ 26 ഉണ്ട്. 26ൽ 2 ബ്ലാക്ക് എടുക്കുക, 26C2. 26C2 26C2 ആണ് വരിക. അത്രയും വരിക. അഗൈൻ 26C2ന്റെ സ്ക്വയർ 1,56,1,05,625. 1,05,625. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒന്നല്ല, 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഓക്കെ, 4 cards are drawn from a pack of 52 playing cards. In how many ways it can be done? അതായത് 52 പ്ലേയിങ് കാർഡ്സ് 4 കാർഡ്സ് എടുക്കുന്നു. അത് ഏതൊക്കെ രീതിക്ക് ചെയ്യാൻ പറ്റും? 52 4 എടുക്കുന്നു, വേറെ കണ്ടീഷൻ ഒന്നും ഇല്ലെങ്കിൽ 52C4 ആണത്. 52C4 ആണ്. ഓക്കെ അല്ലേ? അതിന്റെ ആൻസർ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഞാൻ വെറുതെ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയിട്ട് എഴുതണ്ടല്ലോ, നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ ഹൗ മെനി വേസ് ദീസ് 4 cards contain 2 red and 2 black? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ സെയിം സംഭവമാണ്. 2 red cards 2 black cards. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് 5 card കോമ്പിനേഷൻസ്. നമ്പർ ഓഫ് 5 card കോമ്പിനേഷൻസ് ആണ്. 5 cards ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? 52 പ്ലേയിങ് കാർഡ്സ് 5 cards ആണ് നമുക്ക് എടുക്കേണ്ടത്. അതിൽ പറയുന്നുണ്ട്, പ്രത്യേകം അവർ പറയുന്നുണ്ട്, എക്സാക്ട്ലി 1 ace ആണ് ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ടോട്ടൽ 5 cards ആണ് എടുക്കേണ്ടത്. 5 cards ആണ് എടുക്കേണ്ടത്. അതിൽ 1 ace ആയിരിക്കണം, ബാക്കിയുള്ള 4 ace അല്ലാത്തത്, നോൺ ace കാർഡ്സ് ആയിരിക്കണം. ഒറ്റ എക്സാക്ട്ലി 1 ace എന്നാണ്, ഒറ്റ ace ഉണ്ടാവാൻ പാടുള്ളൂ അതിൽ. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ നോക്കുക, 1 ace കാർഡ് എടുക്കണം. അതെങ്ങനെയാണ് നമ്മൾ എടുക്കുക? ടോട്ടൽ എത്ര ace കാർഡ്സ് ഉണ്ട് നോക്ക്. ടോട്ടൽ ace 4 ഉള്ളത്. ആ 4 ace 1 ace കാർഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ദാറ്റ് ഈസ് 4C1. ഓക്കെ, ഇനി പ്ലസ് ആണോ ഇൻറ്റു ആണോ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമുക്ക് വേണ്ട എല്ലാ കാർഡ്സും നമ്മൾ ഇവിടെ എടുത്തോ? ഇല്ല, നമുക്ക് 5 കാർഡ്സ് വേണം, അതിൽ 1 മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇൻറ്റു ഇടുക, ഇൻറ്റു. ഇനി ബാക്കി എത്ര കാർഡ്സ് വേണം? 5 കാർഡ്സ് ടോട്ടൽ ഉണ്ട്, അതിൽ 1 നമ്മൾ എടുത്തു. ഇനി 4 കാർഡ്സ് ബാക്കി വേണം. ഈ 4 കാർഡ്സ് എന്താവരുത്? എയ്സ് ആവരുത്. കാരണം ഒരു എയ്സേ പാടുള്ളൂ, എയ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള 4 നമ്മൾ സെലക്ട് ചെയ്യുന്നത് എയ്സ് ഒഴിവാക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. എയ്സ് വരാൻ പാടില്ല. അപ്പോൾ നോക്ക് നിങ്ങൾ, ഈ 56 കാർഡ്സിൽ 4 എയ്സ് ഉണ്ട് അല്ലേ? അപ്പം 4 എയ്സ് ഒഴിവാക്കണം. ടോട്ടൽ എത്ര കാർഡ്സ്? 52 4 പോയാൽ 48 കാർഡ്സ് ബാക്കിയുണ്ട്. ആ 48 കാർഡ്സിനാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യാൻ പോകുന്നത്? ഈ പറയുന്ന 4 സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ വരിക? 48C4. 48 കാർഡ്സിന് 4 സെലക്ട് ചെയ്യുന്നു, 48C4. So that's equal to 4C1 into 48C4. 4C1 into 48C4. 48C4. 778,320. ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് ഓൾ. ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കാർഡ്സിന് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിൽ ഈ ഒരു കാർഡ്സിൻ്റെ ടോപ്പിക്കിൽ നിന്ന് പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ മക്കൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. നമ്മൾ ആദ്യം ഒക്കെ വിചാരിക്കും ഇത് കുറേ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ നോക്കി. പക്ഷേ നിങ്ങൾ 1-2 തവണ അതങ്ങോട്ട് റിമെമ്പർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വലിയ അത്ര കണ്ട് ബുദ്ധിമുട്ടൊന്നുമല്ല. നിങ്ങൾ കുറച്ച് നേരം ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് പഠിക്കാത്തതിൻ്റെ പേരിൽ നമ്മളൊരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചിട്ട് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായി പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് പഠിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അതിൽ ചാപ്റ്ററിൽ മാർക്ക് പോകുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. അതിന് നമുക്ക് പ്രോബബിലിറ്റിയുടെ ഒക്കെ ആവശ്യം വരും കേട്ടോ. ദാറ്റ്സ് ഓൾ മക്കളെ. ബൈ.